welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss a new chapter, Haloalkanes and Haloarenes Part 1. Organic Chemistry ile plus 2 le പഠിക്കുന്ന ആദ്യത്തെ ചാപ്റ്റർ ആണ് Haloalkanes and Haloarenes. Okay, plus 1 ൽ ഹൈഡ്രോകാർബൺസും ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾസും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് Haloalkanes and Haloarenes. ആൻഡ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോകാർബൺസിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ടൈപ്പ് ഡെറിവേറ്റീവ് ആണ് Haloalkanes ഓർ Haloarenes. അപ്പോൾ ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദാറ്റ് കാർബണും ഹൈഡ്രജനും കൂടി ചേർന്നുകൊണ്ട് ഫോം ചെയ്യുന്ന വലിയ വലിയ ചെയിനുകൾ, ഒരു കാർബൺ തുടങ്ങി 2 കാർബൺ 3 കാർബൺ അപ് ടു എത്ര കാർബൺസ് വേണമെങ്കിലും പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുന്നത്. ഈ ഹൈഡ്രോ കാർബൺസ് ആ കാർബണിൻ ഇടയിലുള്ള ബോണ്ടുകളുടെ ടൈപ്പ് അനുസരിച്ച് കാർബണിനിടയിലുള്ള ബോണ്ടുകളുടെ ടൈപ്പ് അനുസരിച്ച് ആൽക്കീൻസ് എന്നും ആൽക്കൈൻസ് എന്നും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാർബൺ സിംഗിൾ ബോണ്ടുകളുള്ള ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ ആൽക്കെയിൻസ് എന്നും, കാർബൺ ഡബിൾ ബോണ്ടുകളുള്ള ഹൈഡ്രോ കാർബണുകളെ നമ്മൾ ആൽക്കീൻസ് എന്നും, കാർബൺ ട്രിപ്പിൾ ബോണ്ട് പ്രസന്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകളെ നമ്മൾ ആൽക്കൈൻസ് എന്നും വിളിക്കുന്നു എന്നറിയാം. ഓക്കെ, ഈ ഹൈഡ്രോ കാർബൺസിലേക്ക് കാർബണും ഹൈഡ്രജനും അല്ലാതെ ഒരു അതർ ആറ്റം ബോണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെ ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്നത്. ലൈക്ക് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഓക്സിജൻ ഒറ്റയ്ക്ക് വരില്ല, OH, OR, ദെൻ C ഡബിൾ ബോണ്ട് OH, CHO പോലുള്ള അതർ ഗ്രൂപ്പ്സുകൾ പ്രസന്റ് ആകുമ്പോഴാണ് നമ്മളിതിനെ ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈഡ്രോ കാർബണിൽ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ തുടങ്ങുന്നത് Haloalkanes and Haloarenes എന്ന് പറയുന്ന ഡെറിവേറ്റീവിനെയാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ഡെറിവേറ്റീവിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഹൈഡ്രോ കാർബൺ എക്സാമ്പിൾ എഴുതുവാണ്. ഒരു ആൽക്കെയിൻ ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിന് എക്സാമ്പിൾ എഴുതുവാണ്. CH3 2 കാർബണുള്ള കാർബൺ സിംഗിൾ ബോണ്ടുകൾ മാത്രം പ്രസന്റ് ആയിട്ടുള്ള ആൽക്കെയിൻ ആണിത് അല്ലേ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ വേർഡ് റൂട്ട് വെച്ചിട്ട് ഈഥെയ്ൻ എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എന്തായാലും അറിഞ്ഞിരിക്കണം. കാർബണിന്റെ വാലൻസി 4 ആണെന്നും കാർബണിന് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഇതുപോലുള്ള ബോണ്ടുകൾ ഫോം ചെയ്യാൻ കഴിയുമെന്നും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നെയിമിങ് നടത്തുമ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വെച്ചിട്ട് ഓരോ നെയിമിങ്ങിനും ഓരോ വേർഡ് റൂട്ട് ഉണ്ട്. 1 കാർബൺ ആണെങ്കിൽ മെത്തിൽ തുടങ്ങി 10 കാർബൺ ആണെങ്കിൽ ഡെക്കിലാണ് അത് അവസാനിക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ആ ഒരു അറിവുകളോടുകൂടിയാണ് നമുക്ക് ഈ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടോപ്പിക്സ് ഒക്കെ ഇരുന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരാണ് ഈഥെയ്ൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ കാർബണും ഹൈഡ്രജനും മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഒരു കാർബൺ, ഫസ്റ്റ് കാർബൺ ഇതാണ്, ദെൻ സെക്കൻഡ് കാർബൺ ഇതാണ്. ഈ 2 കാർബണിന്റെ കയ്യിലും 3 ഹൈഡ്രജൻസ് വെച്ച് പ്രസന്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇത് ബോണ്ടിങ് കാണിച്ചു വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. CH ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 6 ഹൈഡ്രജൻസ് ടോട്ടലായിട്ട് പ്രസന്റ് ആണ്. ഇതിൽ ഏത് ഹൈഡ്രജനെ വേണമെങ്കിലും നമുക്ക് ഈസിലി റീപ്ലേസ് ചെയ്യാം. കണ്ടീഷൻസ് സ്യൂട്ടബിൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 6 ഹൈഡ്രജനിൽ ഏത് ഹൈഡ്രജനെ വേണമെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈഡ്രോ കാർബൺസ് ഫോം ചെയ്യുന്നത്. CH ബോണ്ടിൽ Hനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം വേറൊരു ആറ്റത്തിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ടൈപ്പ് റിയാക്ഷനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. CH ബോണ്ടിൽ നിന്ന് Hനെ റീപ്ലേസ് ചെയ്യുന്നു. ആ ബോണ്ട് അവിടെ നിന്ന് പോകുന്നില്ല, Hനെ റീപ്ലേസ് ചെയ്ത് അവിടെ വേറൊരു ആറ്റം ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ നമ്മൾ ഈ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഏത് 6 ഹൈഡ്രജനിൽ ഏതിനെ വേണമെങ്കിലും റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം എടുത്തു. ആ ഒരു ഹൈഡ്രജനെ ഞാൻ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെ ഞാനൊരു
ക്ലോറിനെ പ്ലേസ് ചെയ്താൽ, ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ആറ്റത്തിനെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ഹാലോജൻ ആണ് അല്ലേ. ഹാലോജൻ ക്ലോറിൻ മാത്രമല്ല ഉള്ളത്, ഫ്ലൂറിൻ ആഡ് ചെയ്യാം, ക്ലോറിൻ ആഡ് ചെയ്യാം, ബ്രോമിൻ ആഡ് ചെയ്യാം, അയോഡിൻ ആഡ് ചെയ്യാം. ഈ 4 പേരിൽ ഏത് ആറ്റത്തിനെ വേണമെങ്കിലും എനിക്ക് അവിടെ റീപ്ലേസ് ചെയ്യാം. ഞാനിപ്പോൾ ക്ലോറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എടുത്തു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇവിടെ ഹൈഡ്രജനെ ക്ലോറിൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു അല്ലെ. ഹൈഡ്രജനെ നമ്മൾ ക്ലോറിൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇപ്പൊ ഈ ഒരു കോമ്പൗണ്ടില് ഈഥെയിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിരുന്നു. ഇതിലിപ്പോ 5 ഹൈഡ്രജനും 1 ക്ലോറിനുമായിട്ട് പ്രസന്റ് ആയിട്ടുള്ളൂ. ഇവിടെ ഈ ഒരു ഹൈഡ്രോ കാർബണില് ഹൈഡ്രജനെയും കാർബണിനെയും കൂടാതെ ഒരു അതർ ആറ്റം വന്നു, അതൊരു ഹാലോജൻ ആണ്. ഇങ്ങനെ കിട്ടുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹാലോ ആൽക്കെയിൻ. ആൽക്കെയിനിലേക്ക് നമ്മൾ ഹാലോജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പൊ അതെന്താവും? ഹാലോ ആൽക്കെയിൻ ആവും. അപ്പൊ ഇതൊരു ഹാലോ ആൽക്കെയിനിലെ എക്സാമ്പിൾ ആണ്, ഹാലോ ആൽക്കെയിൻസ്. അപ്പൊ സിംഗിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബൺ ദാറ്റ് ഈസ് ആൽക്കെയിൻ. ആ ആൽക്കെയിനിലെ ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം ഒരു ഹാലജൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഹാലോ ആൽക്കെയിൻസ് എന്ന് വിളിക്കാം. ഇനി ഒരു തവണ മാത്രമല്ല നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എത്ര തവണ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാം. ഈ ഹൈഡ്രജൻസ് എല്ലാം തീരുന്നത് വരെ നമുക്ക് റീപ്ലേസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കാം. അപ്പോഴൊക്കെ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഹാലോ ആൽക്കെയിൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ഹാലോ ആൽക്കെയിൻ. ഇനി എന്താണ് ഹാലോ ആരീൻസ് എന്ന് നോക്കാം. അരീൻ എന്ന് പറയുന്നത് ബെൻസീൻ റിങ്ങിനെയാണ് അരീൻ, അരോമാറ്റിക് ഹൈഡ്രോകാർബണിനെയാണ് നമ്മൾ അരീൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ യൂഷ്വലി കാണുന്ന നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു അരീൻ എന്ന് പറയുന്നത് ബെൻസീൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ബെൻസീനിന്റെ പ്രത്യേകത, ഈ ബെൻസീനില് എല്ലാ കാർബൺസിലും ഓരോ ഹൈഡ്രജൻ വെച്ച് പ്രസന്റ് ആണ്. C6H6 എന്നാണ് അല്ലെ ഫോർമുല ബെൻസീനിന്റെ. ദാറ്റ് മീൻസ് ഓരോ കാർബണിലും ഓരോ ഹൈഡ്രോജൻസ് വെച്ച് പ്രസന്റ് ആണ്. ഈ ഹൈഡ്രോജൻസും നമുക്ക് എന്ത് ചെയ്യാം? ഹാലജൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ബ്രോമിൻ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഈ ഹൈഡ്രോജനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ബ്രോമിൻ കൊണ്ടുവന്നു. ബാക്കി ഹൈഡ്രോജൻസ് ഒക്കെ ആസ് സച്ച് തന്നെ അവിടെ ഉണ്ട്. ഇപ്പൊ ഈ ഒരു ബെൻസീനിലേക്ക് കാർബണിനെയും ഹൈഡ്രോജനെയും കൂടാതെ ഒരു ഹാലജൻ വന്നു, ബ്രോമിൻ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡെറിവേറ്റീവ്സ് ഓഫ് അരീൻ. എന്ത് വെച്ചിട്ടാ ഡെറിവേറ്റീവ് ഉണ്ടാക്കിയത്? ഹാലോജൻ വെച്ചിട്ട് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് ഹാലോ അരീൻസ് എന്ന് വിളിക്കാം. അപ്പൊ ബെൻസീൻ റിംഗിലെ ഹൈഡ്രോജൻ റീപ്ലേസ് ചെയ്തിട്ട് പകരം ഹാലോജൻ വരുവാണെങ്കിൽ ആ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹാലോ അരീൻസ് എന്ന് വിളിക്കാം. അപ്പൊ ഈ 2 ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സിനെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈഡ്രോകാർബൺ. ഏത് ഡെറിവേറ്റീവ്? ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസും. ഈ 2 കോമ്പൗണ്ട്സിനെ പറ്റിയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഹാലോ ആൽക്കീൻസ് പഠിക്കണം, ദെൻ ഹാലോ അരീൻസ് പഠിക്കണം. അതിൽ നമുക്ക് ആദ്യം ഹാലോ ആൽക്കീൻസ് നോക്കാം. റിയാക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഹാലോ ആൽക്കീൻസിനെയും ഹാലോ അരീൻസിനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഹൈഡ്രജൻ മാത്രമല്ല നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. എത്ര ഹൈഡ്രജൻസ് ഉണ്ടെങ്കിൽ അത്രയും ഹൈഡ്രജനെയും നമുക്ക് റീപ്ലേസ് ചെയ്ത് ഹാലോജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഹാലോജൻ ആറ്റംസ് ഒരെണ്ണം തന്നെ വരണമെന്നില്ല, മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഹാലോജൻ ആറ്റംസ് വരാം. അപ്പൊ നമ്പർ ഓഫ് ഹാലോജൻ ആറ്റംസ് അനുസരിച്ച് നമുക്ക് ഹാലോ ആൽക്കീൻസിനെ എഗെയിൻ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. നോക്കി, ഹാലോ alkenes and halo arenes may be classified as follows. എങ്ങനെയാണ്? Based on the number of halogen atoms. Halogen atom എത്ര ഉണ്ടെന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? മോണോ ഹാലോ alkenes and മോണോ ഹാലോ arenes. ഒരൊറ്റ ഹാലോജനെ ഇപ്പൊ നമ്മൾ കണ്ട എക്സാമ്പിളിലെല്ലാം ഒരൊറ്റ ഹാലോജനെ നമ്മൾ റീപ്ലേസ് ചെയ്തുള്ളൂ. അങ്ങനെ വരുന്ന ഹാലോ alkenesനെയും ഹാലോ arenesനെയും നമ്മൾ വിളിക്കുന്നതാണ് മോണോ ഹാലോ alkenes and മോണോ ഹാലോ arenes. ഫോർ എക്സാമ്പിൾ ക്ലോറോ ഈഥെയിൻ. ഇപ്പൊ നമ്മൾ എഴുതിയ എക്സാമ്പിൾ CH3 ആയിരുന്നത് CH2 ആക്കിയിട്ട് പകരം നമ്മളൊരു ക്ലോറിൻ കൊണ്ടുവന്നു. അപ്പൊ CH3 CH2Cl. ഓക്കെ, ഇതാണ് ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ എഴുതിയത്. അതുപോലെ അടുത്ത എക്സാമ്പിൾ എന്താ എഴുതിയത്? ബെൻസീനിൽ ഒരു ഹൈഡ്രജനെ മാറ്റി ഇവിടെ ഒരു ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ അല്ലെ. അപ്പൊ ബ്രോമോ ബെൻസീൻ അല്ലെങ്കിൽ ക്ലോറോ ബെൻസീൻ. ഇതെല്ലാം മോണോ ഹാലോ ആൽക്കേനിനും മോണോ ഹാലോ അരീനിനും ഓരോ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി
മോണോ ഹാലോ ആൽക്കെയിൻസും മോണോ ഹാലോ അരീൻസും നമുക്ക് പിന്നെയും എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. മോണോ ഹാലോ ആൽക്കെയിൻസ് ആണ് കേട്ടോ. മോണോ ഹാലോ ആൽക്കെയിൻസിനെ നമുക്ക് അഗെയിൻ ക്ലാസിഫൈ ചെയ്യാം ആസ് പ്രൈമറി ഹാലോ ആൽക്കെയിൻ, സെക്കൻഡറി ഹാലോ ആൽക്കെയിൻ ആൻഡ് ടെറിഷറി ഹാലോ ആൽക്കെയിൻ എന്ന് മൂന്നായിട്ട് അഗെയിൻ ക്ലാസിഫൈ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഹാലോ ആൽക്കെയിനെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് RX. ഓക്കെ, where R is the chain and X is the incoming halogen atom. ഓക്കെ, അപ്പൊ ഇവിടെ ഈ R ചെയിനിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ എഴുതിയ എക്സാമ്പിൾ CH3 CH2 Cl. ഇവിടെ ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അതിനെ നോക്കുക. ആ കാർബൺ ഡയറക്റ്റ് ഇനി എത്ര കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഈ കാർബൺ ഇനി എത്ര കാർബൺ ആയിട്ട് ഡയറക്റ്റ് സിംഗിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, അത്രയും നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ പേര് പറയുക. അപ്പൊ നോക്കിയേ, ഇവിടെ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഇത് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വേറെ ഒരേ ഒരു കാർബൺ ആയിട്ട് മാത്രമാണ് അല്ലെ. അപ്പൊ ഒരു കാർബൺ എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഇതിനെ പ്രൈമറി. ഓക്കെ, ഈ കാർബണിനെ നമ്മൾ വിളിക്കും പ്രൈമറി കാർബൺ ആറ്റം ബിക്കോസ് ദ ഹാലജൻ അറ്റാച്ച്ഡ് കാർബൺ ആറ്റം is again bonded to another only one carbon atom. Therefore that carbon is termed as primary carbon atom. Okay, ഈ പ്രൈമറി കാർബൺ ആറ്റം വരുന്ന ഹാലോ ആൽക്കെയിനെയാണ് നമ്മൾ പ്രൈമറി ഹാലോ ആൽക്കെയിൻസ് എന്ന് വിളിക്കുക. ഹാലജൻ ഇരിക്കുന്ന കാർബൺ പ്രൈമറി ആണെങ്കിൽ ആ ഹാലോ ആൽക്കെയിനെ നമ്മൾ പ്രൈമറി ഹാലോ ആൽക്കെയിൻ എന്ന് വിളിക്കും. പ്രൈമറി ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ആ കാർബൺ ഇനി വേറെ എത്ര കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ടീച്ചർ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്താ CH3 CH3 Br. ഇവിടെ ഹാലജൻ എന്ന് പറയുന്നത് ബ്രോമിൻ ആണ്. ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ് ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ. ആ കാർബൺ ഇനി എത്ര കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. നോക്കിയേ, ഈ കാർബൺ ഇവിടെ ഒരു കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1. അഗെയിൻ അത് ഡയറക്റ്റ് ഇവിടെ ഒരു കാർബൺ ആയിട്ട് പിന്നെയും ബോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2. അപ്പൊ ടോട്ടൽ നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ 2 കാർബൺസ് ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ കാർബണിനെ നമ്മൾ വിളിക്കും സെക്കൻഡറി കാർബൺ എന്ന് വിളിക്കും. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ വേറെ 2 കാർബൺ ആയിട്ട് ഡയറക്റ്റ് ബോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാർബണിനെ, ഏത് കാർബൺ? ആ 2 കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന കാർബണിനെ നമ്മൾ സെക്കൻഡറി കാർബൺ എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പൊ സെക്കൻഡറി കാർബൺ വരുന്ന ഹാലജൻ ആണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മൾ ആ ഹാലോ ആൽക്കെയിനെ സെക്കൻഡറി ഹാലോ ആൽക്കെയിൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ. ഇവിടെ അയോഡിൻ ആണ് ഹാലജൻ ആറ്റം. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ആ കാർബൺ നോക്കിക്കേ, ഇവിടെ ഒരു കാർബൺ ആയിട്ട് ഡയറക്റ്റ് ബോണ്ട് വന്നു 1. ഇവിടെ അടുത്ത കാർബൺ ആയിട്ട് ഡയറക്റ്റ് ബോണ്ട് വന്നു 2. ഇവിടെ വേറെ ഒരു കാർബൺ ആയിട്ട് ബോണ്ട് വന്നു 3. ദാറ്റ് ഈസ് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അറ്റ് എ ടൈം 3 പേരായിട്ട് ഡയറക്റ്റ് ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കാർബൺ, ആ 3 കാർബൺ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അല്ലെങ്കിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, അതിനെ ടെറിഷറി കാർബൺ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ടെറിഷറി കാർബൺ ആറ്റം വരുന്ന ഹാലോ ആൽക്കെയിൻസിനെ നമ്മൾ ടെറിഷറി ഹാലോ ആൽക്കെയിൻസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലാസിഫിക്കേഷൻ. പ്രൈമറി സെക്കൻഡറി ടെറിഷറി എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന കാർബൺ ആറ്റം വേറൊരു കാർബൺ ആയിട്ട് മാത്രമേ ഡയറക്റ്റ് ബോണ്ട് ഫോം ചെയ്യാൻ പാടുള്ളൂ. ആ കാർബൺസ് ആണ് പ്രൈമറി കാർബൺ. സെക്കൻഡറി കാർബൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന കാർബൺ വേറെ 2 കാർബൺ ആയിട്ട് ഡയറക്റ്റ് അറ്റ് എ ടൈം ബോണ്ട് വന്നിട്ടുണ്ടാവണം. ഇനി ടെറിഷറി കാർബൺ എന്ന് പറഞ്ഞാലോ നമ്മൾ നോക്കുന്ന കാർബൺ അറ്റ് എ ടൈം 3 വേറെ കാർബൺ ആയിട്ട് ഡയറക്റ്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അതിനെ ടെറിഷറി കാർബൺ എന്ന് വിളിക്കും. ഇനി കുറച്ച് എക്സാമ്പിൾസ് വേറെ നോക്കാം.
ഇത്രയും വലിയൊരു ചെയിനില് ഇവിടെയാണ് ക്ലോറിൻ വരുന്നതെങ്കിൽ അപ്പൊ ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഈ കാർബൺ ഇനി എത്ര കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. ഈ കാർബൺ നോക്കിയേ, ഇവിടെ ദാ ഈ ഒരു കാർബൺ ആയിട്ട് മാത്രമേ ബോണ്ട് വന്നിട്ടുള്ളൂ. ഇനിയും അതിൽ കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലെ, ഇതാ ഇതൊക്കെ കാർബൺ ആറ്റംസാ. പക്ഷെ അവർക്കൊന്നും നമ്മുടെ ഹാലജൻ സിസ്റ്റവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് അവരൊന്നും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യില്ല, ഈ ക്ലാസിഫിക്കേഷനിൽ കൺസിഡർ ചെയ്യില്ല. നമ്മുടെ ഹാലജൻ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മാത്രമേ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി പറയാവൂ. അപ്പൊ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇനി എത്ര കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ഓൺലി 1 കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് പ്രൈമറി കാർബൺ ആണ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ CH3 CH CH3 CH2 Br. ഇവിടെ നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ആ കാർബൺ ഇനി എത്ര കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ആ കാർബൺ നോക്കിക്കതാ, ഈ കാർബൺ ഇവിടെ ഈ ഒരു കാർബൺ ആയിട്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഡയറക്റ്റ് ബോണ്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഒറ്റ കാർബൺ ആയിട്ട് മാത്രമേ ഡയറക്റ്റ് ബോണ്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി ആ കാർബൺ ആണ് ഇവരെയൊക്കെ ആയിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ മാത്രം വെച്ചുകൊണ്ടാണ് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷ്യറി ആണോ എന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മുടെ സിസ്റ്റം ഡയറക്റ്റ് ബോണ്ട് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ കാർബൺ ആയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതും എന്ത് തന്നെയാ, പ്രൈമറി കാർബൺ അല്ലെങ്കിൽ പ്രൈമറി ഹാലോ ആൽക്കെയിൻസിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഇത് എപ്പോഴാ സെക്കൻഡറി ആവുക? സെക്കൻഡറി ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് സെക്കൻഡറി ആവും. കാരണം ഇവിടെ ബ്രോമിൻ ആണ് ഹാലജൻ. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഈ കാർബൺ ഇപ്പോ ഇവിടെ ഈ ഒരു കാർബൺ ആയിട്ട് ഡയറക്റ്റ് ബോണ്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാർബൺ ആയിട്ട് ഡയറക്റ്റ് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒറ്റ ടൈം 2 കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് ഒരു സെക്കൻഡറി ഹാലോ ആൽക്കീൻ ആണ്. ഇതുപോലെ തന്നെ വേണം എന്തും നോക്കാൻ, ടെർഷ്യറിയും നോക്കാൻ. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ദെൻ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരൊറ്റ ഹാലജൻ വരുമ്പോൾ അതിനെ നമ്മൾ മോണോ ഹാലോ ആൽക്കീൻ എന്നും മോണോ ഹാലോ അരീൻസ് എന്നും വിളിക്കുന്നതാണ്. ദെൻ അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി പറഞ്ഞത്. ഓക്കെ, ഇനി ഒരു ഹാലജൻ മാത്രമല്ല, എത്ര ഹൈഡ്രജൻസ് ഉണ്ടോ അത്രയും ഹാലജൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ ഇനി 2 ഹാലജൻസ് അറ്റ് എ ടൈം ഒരു ഹൈഡ്രോ കാർബണിൽ വരുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡൈ ഹാലോ ആൽക്കെയിൻസ് എന്നും ഡൈ ഹാലോ അരീൻസ് എന്നും വിളിക്കും. ഫോർ എക്സാമ്പിൾ CH3 CH Cl Cl നോക്കിക്കേ, ഇവിടെ ഇപ്പൊ ഈ ഒരു ഒറ്റ ഹൈഡ്രോ കാർബണിൽ എത്ര ഹാലജൻസ് ഉണ്ട്? 2 ഹാലജൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡൈ ഹാലോ ആൽക്കീൻ എന്ന് വിളിക്കാം. ഇനി ഇതുപോലെ മാത്രമല്ല, ഇതിനെ ഇങ്ങനെയും എഴുതാം. ഓരോ കാർബണില് ഓരോ ഹാലജൻ ആറ്റംസ് വെച്ചിട്ടും വരാം. അതൊക്കെ നമ്മൾ ഏത് ഹൈഡ്രോജനെയാണോ റീപ്ലേസ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും അല്ലെ. അപ്പോ ഇവിടെ ഇതും ഒരു ഡൈഹാലോ ആൽക്കീൻ ആണ്, ഇതും ഒരു ഡൈഹാലോ ആൽക്കീൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ് ഇതിനെ നമ്മൾ ഡൈഹാലോ ആൽക്കീൻ എന്ന് വിളിച്ചു. ഒരു ചെയിനിൽ തന്നെ 2 ഹാലജൻസ് ഉണ്ട്, അതുകൊണ്ട് ഇത് രണ്ടും ഡൈഹാലോ ആൽക്കീൻ ആണ്. ഇനി ഇത് ഏത് കാർബണിൽ ഇരിക്കുന്നു എന്ന് നോക്കിക്കൊണ്ട് എഗെയിൻ ഇതിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ കേസില് ഈ 2 ഹാലജൻസും ഇരിക്കുന്നത് സെയിം കാർബൺ ആറ്റത്തിലാണ്. ഈ കാർബൺ ആറ്റത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് 2 ഹാലജൻസും. ഓക്കെ, അങ്ങനെ വരുന്ന ഡൈഹാലോ ആൽക്കെയിൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെമിനൽ ഡൈഹാലൈഡ്സ്. ജെമിനൽ ഡൈഹാലൈഡ്സ് എന്താണ്? ജെമിനൽ ഡൈഹാലൈഡ്സ്. അതിനെ ചുരുക്കിയാണ് ജെം ഡൈഹാലൈഡ് എന്ന് വിളിക്കാം. ഓക്കെ, എപ്പോഴാണ് ഹാലജൻസ് 2 എണ്ണവും ഒരേ കാർബണിൽ തന്നെ ബോണ്ട് ചെയ്യുമ്പോൾ അതിനെ ജെമിനൽ ഡൈഹാലൈഡ്സ് എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തെ കേസിൽ എങ്ങനെയായിരുന്നു? അഡ്ജസന്റ് കാർബൺസിലാണ് അല്ലെ. ഫസ്റ്റ് കാർബണിലാണെങ്കിൽ സെക്കൻഡ് കാർബണിൽ അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. ഒരു ഹാലജൻ ഫസ്റ്റ് കാർബണിലാണെങ്കിൽ അടുത്ത ഹാലജൻ സെക്കൻഡ് കാർബണിൽ. അടുത്തടുത്ത നൈബറിംഗ് ആയിട്ടുള്ള അഡ്ജസന്റ് ആയിട്ടുള്ള 2 കാർബൺസിലാണ് ഹാലജൻസ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് vicinal dihalides. എന്താണ്? vicinal dihalides. If the halogen atoms are bonding at the adjacent carbon atoms, then the dihaloalkane is termed as vicinal dihalide. Okay, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം.
വിസിനൽ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ ഇടയിൽ ഒരു കാർബൺ ഉണ്ട്. അഡ്ജസന്റ് കാർബൺസിലല്ല. ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹാലജൻ ഇരിക്കുന്നത് മൂന്നാമത്തെ കാർബണിലാണ്. രണ്ടാമത്തെ കാർബൺ ഇവിടെ ഫ്രീ ആണ്, അവിടെ ഹാലജൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇതല്ല വിസിനൽ. വിസിനൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത രണ്ട് കാർബൺസിൽ അടുത്തടുത്തായിട്ട് രണ്ട് ഹാലജൻസ് വന്നാൽ മാത്രമേ അതിനെന്ത് വിളിക്കുള്ളൂ, വിസിനൽ ഡൈഹാലൈഡ് എന്ന് വിളിക്കുള്ളൂ. ഓക്കെ ആണല്ലോ. ദെൻ ഇനി ഇങ്ങനെ എത്ര ഹാലജൻസ് വേണമെങ്കിലും ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിൽ വരാം. അതുകൊണ്ട് അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ ജനറൽ ആയിട്ട് എന്ത് പറയും, പോളി ഹാലോ ആൽക്കെയിൻസ് അല്ലെങ്കിൽ പോളി ഹാലോ ആരീൻസ് എന്ന് വിളിക്കും അല്ലേ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ക്ലോറോഫോം. ക്ലോറോഫോം എന്ന് പറയുമ്പോൾ നോക്കിയേ, CHCl3 ഒരു ചെയിനിൽ 3 ക്ലോറിൻസ് വന്നിട്ടുണ്ട്. ബ്രോമോഫോം, ഐഡോഫോം, ഇതൊക്കെ CHBr3, CHI3, ഇതെല്ലാം രണ്ടിൽ കൂടുതൽ ഹാലജൻസ് വരുന്നതുകൊണ്ട് നമ്മൾ അതിന് എന്ത് വിളിക്കും, പോളി ഹാലോ ആൽക്കെയിൻ എന്ന് വിളിക്കും. ഓക്കെ, കാർബൺ ടെട്രാക്ലോറൈഡ്, CCl4, ഇതൊക്കെ പോളി ഹാലോ ആൽക്കെയിൻസിന് എക്സാമ്പിൾ ആണ്. ഇത് അരോമാറ്റിക് ചെയിനിലും നമുക്ക് ഇങ്ങനെ തന്നെ ആക്കാം കേട്ടോ. ഇതേപോലെ തന്നെ രണ്ടിൽ കൂടുതൽ ഹാലജൻസ് വന്നാൽ അതൊക്കെ പോളി ഹാലോ അരീൻസ് എന്നറിയപ്പെടും. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ. ഹെഡിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ബേസ്ഡ് ഓൺ ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ വെയർ ദി ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ്. വെയർ ദി ഹാലജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ്. ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതിൽ ആദ്യത്തത് ആ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആവാം, sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആവാം. നോക്കാം, ഇവിടെ CH2Cl, ഇവിടെ എത്ര വലിയ ചെയിൻ വേണമെങ്കിലും വരാം, R. ഓക്കെ, അപ്പോൾ ഈ കാർബണിനെ നോക്കുക, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ. ഓക്കെ, ഈ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ അതൊരു ക്ലാസിഫിക്കേഷൻ. ഇനി ചില സമയത്ത് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ചിലപ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അത് ഇപ്പുറത്തുള്ള ഗ്രൂപ്പ്സും മൾട്ടിപ്പിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഹൈബ്രിഡൈസേഷൻ sp2 ആണെങ്കിൽ അത് വേറെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഏത് ഹൈബ്രിഡൈസേഷനിലാണെന്ന് നോക്കിക്കൊണ്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെ വരും, sp3 വരാം, sp2 വരാം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ വരുന്ന ക്ലാസിഫിക്കേഷൻ. ഓക്കെ, sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ വരുന്ന ഹാലജൻ ആറ്റംസ് പ്രസന്റ് ആയിരിക്കുന്ന ഹാലോ ആൽക്കെയിൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യത്തേതാണ് അല്ലല്ലിക് ഹാലൈഡ്സ്. എന്താണ് അല്ലല്ലിക് ഹാലൈഡ്സ്? ഈ പേരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ നെയിമുകൾ IUPAC നെയിമുകളെക്കാളും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈ പേരുകൾ വെച്ചുകൊണ്ടാണ് അവർ ഓരോ കോമ്പൗണ്ടിനെ തരിക. അപ്പോൾ അത് ഏത് ടൈപ്പ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് റിയാക്ഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലല്ലിക് ഹാലൈഡ് എന്താണെന്ന് നോക്കാം. അല്ലല്ലിക് ഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെയിനിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അത് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ, സിംഗിൾ ബോണ്ടുകൾ മാത്രമേ അവിടെ പ്രസന്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിനായിരിക്കും. ഓക്കെ, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അവിടെ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ബട്ട് ഈ കാർബൺ ബോണ്ട് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് എങ്ങോട്ടായിരിക്കും, ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലേക്കായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഹാലൈഡ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് അല്ലല്ലിക് ഹാലൈഡ്സ്. ഓക്കെ, ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ തൊട്ടപ്പുറത്തുള്ള കാർബൺ ഇതിലായിരിക്കും ഹാലജൻ ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ പറയാം, ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം, ആ ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കാർബൺ, അഡ്ജസന്റ് കാർബൺ, അല്ലെങ്കിൽ ആ ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലേക്ക് ബോണ്ട് ചെയ്തിരിക്കുന്ന കാർബൺ, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലേക്ക് ഡയറക്റ്റ് ബോണ്ട് ചെയ്തിരിക്കുന്ന കാർബൺ, ആ കാർബണിലാണ് ഹാലജൻ ഇരിക്കുന്നതെങ്കിൽ such type of halides are termed as allelic halides. Okay, അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ദാ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടാമത്തത്.
ഓക്കെ. ദെൻ അടുത്തത് ബെൻസൈലിക് ഹാലൈഡ്സ്. അടുത്ത ടൈപ്പ് ആണ് ബെൻസൈലിക് ഹാലൈഡ്സ്. ബെൻസൈലിക് ഹാലൈഡ്സ് എന്ന് പറയുന്നത് ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു ബെൻസീൻ റിങ്ങുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ക്ലോറിൻ ഡയറക്റ്റ് അല്ല, ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു ബെൻസീൻ റിങ്ങുമായിട്ടായിരിക്കും ബോണ്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 തന്നെയാണ്. ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 തന്നെയാണ്. അത് ഡയറക്ട്ലി ബോണ്ടഡ് ടു എ ബെൻസീൻ റിംഗ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ബെൻസൈലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കും. ഓക്കെ. ഇവിടെ മിക്കവാറും CH2 ആയിരിക്കും വരിക, അല്ല ഹൈഡ്രജൻ മാറി വേറെ എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരാം. ഓക്കെ. അപ്പൊ ഇതാണ് ബെൻസൈലിക് ഹാലൈഡ്സ്. ഓക്കെ. അപ്പൊ ബെൻസൈലിക് ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു ബെൻസീൻ റിങ്ങിനോടായിരിക്കണം ബോണ്ട് ചെയ്തിരിക്കേണ്ടത്. ഓക്കെ. നോക്ക്, ഇതാ ഉണ്ടോ? ഇനി അടുത്തത് വിനൈലിക് ഹാലൈഡ്സ്. എന്താണ് വിനൈലിക് ഹാലൈഡ്സ്? വിനൈലിക് ഹാലൈഡ്സ് വരുമ്പോൾ ഹൈബ്രിഡൈസേഷൻ മാറും. ഇവിടെ ഇനി അയോഡിൻ, ഹാലജൻ അയോഡിൻ ആണ് ഞാൻ എടുത്തത്. ഈ അയോഡിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഡയറക്റ്റ് ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കണം. ഓക്കെ. അതായത് അയോഡിൻ അല്ലെങ്കിൽ ഹാലജൻ ഏതാണോ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലേക്കായിരിക്കണം. ഓക്കെ. ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലേക്കായിരിക്കണം. അപ്പൊ ഇത് ബാലൻസ് ചെയ്ത് വരുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CHI ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു കാർബണിലായിരിക്കും ആരിയിരിക്കുന്നത്? ഹാലജൻ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഹാലൈഡ്സിനെ എന്ത് വിളിക്കാം? വിനൈലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കാം. ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലേക്ക് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാലജൻ ആണ് ഉള്ളതെങ്കിൽ ആ ഹാലൈഡ്സിനെ നമ്മൾ വിനൈലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കും. ഓക്കെ. അതിന് എക്സാമ്പിൾ ഇതാ കൊടുത്തിരിക്കുന്നതാ ഇത്. ഇനി ഇവിടെ നോക്കിക്കേ, എപ്പോഴും ഇത്രയും ഇവിടെ വെച്ച് നിന്ന് പോകണമെന്നൊന്നുമില്ല. അയോഡിൻ അല്ലെങ്കിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കേണ്ടത് ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലേക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചെയിൻ എത്ര വേണമെങ്കിലും വലുതാവാട്ടോ. CH3 CH2 CH ഡബിൾ ബോണ്ട് CHBr. നോക്കിയേ, ഇതും വിനൈലിക് ഹാലൈഡ് തന്നെയാണ്. കാരണം നോക്കിയേ, നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലേക്കാണ്. അതിനപ്പുറത്തേക്ക് എത്ര ഉണ്ടെങ്കിലും നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പേര് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താ? ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലായിരിക്കണം. അതിവിടെ ഒക്കെയാണ്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? വിനൈലിക് തന്നെയാണ്. ഓക്കെ. ഇനി ഇത് ചെയിനിൽ വരുമ്പോ നോക്കിക്കേ, ചെയിൻ പോട്ടെ, ക്ലോസ്ഡ് റിംഗ് വരുമ്പോ നോക്കിക്കേ, ഇതൊരു ക്ലോസ്ഡ് റിംഗ് ആണ്. ഇവിടെയാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ തന്നെയാണ് ആര് വന്നിരിക്കുന്നത്? ക്ലോറിൻ വന്നിരിക്കുന്നത്. അപ്പൊ ബാക്കി എന്തും ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മുടെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലാണ് ഹാലജൻ ഇരിക്കുന്നത്. അപ്പൊ ഇതും ഒരു വിനൈലിക് ഹാലൈഡിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇവിടെ ഹൈബ്രിഡൈസേഷൻ എന്താവും? sp2 ആവും. ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിൽ ആയതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ sp2 ആകും. ഓക്കെ. ഇനി അടുത്ത ടൈപ്പ് അരൈൽ ഹാലൈഡ്സ്. അല്ലെങ്കിൽ നമ്മുടെ ഹലോ അരീൻസ്, നമ്മൾ പറഞ്ഞ ഹലോ അരീൻസ് ആണ് അരൈൽ ഹാലൈഡ്സ് ആയിട്ട് വരിക. അവിടെയും ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിലായിരിക്കും. ക്ലോറിൻ അല്ലെങ്കിൽ ഹാലോജൻ ഏതാണോ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിലായിരിക്കും. അതിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, അയഡോബെൻസീൻ, ഫ്ലൂറോബെൻസീൻ, ഇതൊക്കെ എക്സാമ്പിൾ ആണ് അല്ലേ? ഇവിടെ ഈ കാർബൺ നോക്കിക്കേ, ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം അല്ല, ഒരു ആരോമാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലേ? ഒരു ആരോമാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതായത് ബെൻസീൻ റിങ്ങിന്റെ ഭാഗത്തിലാണ് ഡയറക്റ്റ് ആര് വന്നിരിക്കുന്നത്? ഹാലോജൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ അരൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹലോ അരീൻ എന്ന് വിളിക്കും. നോക്കിക്കോ, ഇതും അങ്ങനെ തന്നെയാണ്. നാഫ്തലിൻ ആണ് ഈ ചെയിൻ. നാഫ്തലിൻ ആരോമാറ്റിക് ആണ്, അതിൽ ഡയറക്റ്റ് ആണ് ഹാലോജൻ വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ നോക്ക്, ഇവിടെ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ ഹാലജൻ ഡയറക്റ്റ് ബോണ്ട് ചെയ്തിരിക്കുന്നത് ഒരു ആരോമാറ്റിക് റിംഗിൽ ആയതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും നമ്മൾ നോക്കണ്ട. ഇതും ഏത് ക്ലാസിഫിക്കേഷനിൽ വരും? ഹലോ അരീൻസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരും. ഓക്കെ. അപ്പൊ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാലോ ആൽക്കീൻസ്. അപ്പൊ ഇത് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പഠിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പേരുകളാണ്. അല്ലലിക് ഹാലൈഡ്സ്, വിനൈലിക് ഹാലൈഡ്സ്,
ബെൻസൈലിക് ഹാലൈഡ്സ്, അരൈൽ ഹാലൈഡ്സ്, ഇതൊക്കെ ഇങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഹലോ ആൽക്കെയ്ൻസും ഹലോ അരീൻസും എങ്ങനെ പേരിടും. ഓക്കെ, അവരുടെ IUPAC നോമൻക്ലേച്ചർ. കഴിഞ്ഞ കൊല്ലം നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെയും എല്ലാ ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസിന്റെയും ഒക്കെ ഡബിൾ ബോണ്ട് മൾട്ടിപ്പിൾ ബോണ്ട് വരുമ്പോഴൊക്കെ എങ്ങനെ പേരിടും എന്ന് നമ്മൾ പഠിച്ചതാണ്. അതിൽ കൂടുതലൊന്നും ഇവിടെ പറയാനില്ല. ആ ഒരു നോമൻക്ലേച്ചർ ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഹലോ ആൽക്കെയ്ൻസ് പേരിടുക. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ചെയിൻ തന്നിട്ട് ഇങ്ങനെ ഒരു ചെയിൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ IUPAC റൂൾ അനുസരിച്ച് ഇതിന്റെ പേര് നോമൻക്ലേച്ചർ നെയിമിങ് എന്ത് വരുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പാരന്റ് ചെയിനിനെ കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ ഒരൊറ്റ ചെയിൻ ഉള്ളത് കൊണ്ട് അതൊരു ടാസ്ക് അല്ല. ഒന്നിൽ കൂടുതൽ ചെയിനുകൾ വരുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി പാരന്റ് ചെയിൻ, ദ ലോങ്സ്റ്റ് ചെയിൻ. ആ ഒരു തന്നിരിക്കുന്ന ഫിഗറിൽ ഏതാണോ ലോങ്സ്റ്റ് ചെയിൻ വരുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാരന്റ് ചെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി ആ ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് അല്ലേ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്ന ലോങ്സ്റ്റ് ചെയിൻ തന്നെ സെലക്ട് ചെയ്യണം. മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ട് വരുന്ന ലോങ്സ്റ്റ് ചെയിൻ വേണം സെലക്ട് ചെയ്യാൻ അല്ലേ. അങ്ങനെയൊക്കെ കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ ഒരൊറ്റ ചെയിനേ ഉള്ളൂ, അതുകൊണ്ട് അത് തന്നെയാണ് പാരന്റ്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് പാരന്റ് ചെയിനിനെ കണ്ടുപിടിച്ചാൽ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അതിൽ ടോട്ടൽ എത്ര കാർബൺസ് ഉണ്ടെന്ന് നോക്കണം. അതിൽ ഓരോ കാർബണിനും നമ്മൾ നമ്പർ കൊടുക്കണം അല്ലെ. ഈ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമ്പർ കൊടുക്കുമ്പോൾ അവിടെ ബ്രാഞ്ചസ് വരാം, സബ്സ്റ്റിറ്റ്യൂവൻസ് വരാം, ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരാം അല്ലേ. അപ്പൊ നമ്മൾ എന്താ റൂള് പഠിച്ചിരിക്കുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് തന്നെ പ്രിഫറൻസ് കൊടുത്തോളണം. എവിടെന്ന് നമ്പർ ഇട്ടാലും ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ വരുന്ന സൈഡ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, ഓൺലി ഫങ്ഷണൽ ഗ്രൂപ്പിനെ മാത്രം നോക്കുക. പക്ഷെ നമ്മുടെ ഹലോ ആൽക്കെയ്ൻസിന്റെ പ്രത്യേകത ഹാലോജൻസ് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. അപ്പൊ നമ്മൾ അതിനെ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബ്രാഞ്ചസ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പൊ ബ്രാഞ്ചസിന് കൊടുക്കുന്ന അതേ പ്രിഫറൻസ് തന്നെ സബ്സ്റ്റിറ്റ്യൂവൻസിനും കൊടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് മാത്രമേ നമ്മൾ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഫ്ലൂറിൻ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അവരെ എങ്ങനെയാണ് പേരിടാറ്, അവരെ എങ്ങനെയാണ് നമ്പർ ഇടാറ്? അവർക്ക് നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ ചെയിനില് കാർബൺസിന് നമ്പർ ഇട്ട് വരുമ്പോൾ ആ ബ്രാഞ്ചസിന് ഏറ്റവും ചെറിയ നമ്പർ വരുന്ന സൈഡിൽ നിന്ന് നമ്പർ ഇടണം. അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അല്ലെ. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് നമ്പർ ഇടാം. നമ്പർ ഇട്ട് വരുമ്പോൾ ബ്രാഞ്ചസിനും സബ്സ്റ്റിറ്റ്യൂവൻസിനും ഒക്കെ ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത റൂൾ. അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ആകെ 3 കാർബൺ ആണുള്ളത്. അത് ലെഫ്റ്റിൽ നിന്നും നമ്പർ ഇടാം, റൈറ്റിൽ നിന്നും നമ്പർ ഇടാം അല്ലെ. പക്ഷെ റൈറ്റിൽ നിന്ന് നമ്പർ ഇടുമ്പോഴാണ് ബ്രോമിൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്, അത് വരുന്ന കാർബണിന് ചെറിയ നമ്പർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 1 2 3. ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിന് പ്രിഫറൻസ് കൊടുത്തു. അതിന് ലോവസ്റ്റ് നമ്പർ വരുന്ന സൈഡേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് നമ്പർ ഇടുന്നത്. 1 2 3 അല്ലെ. അപ്പൊ 3 കാർബൺ ഉള്ളതുകൊണ്ട് വേർഡ് റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താ, പ്രൊപ്പാണ് അല്ലെ. ചെയിനിൽ എത്ര കാർബൺസ് ഉണ്ടോ അതനുസരിച്ചാണ് വേർഡ് റൂട്ട് സെലക്ട് ചെയ്യുക. 1 കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ആണെങ്കിൽ പെന്റ്, 6 കാർബൺ ആണെങ്കിൽ ഹെക്സ്, 7 കാർബൺ ആണെങ്കിൽ ഹെപ്റ്റ്, 8 കാർബൺ ആണെങ്കിൽ ഒക്റ്റ്, 9 കാർബൺ ആണെങ്കിൽ നൺ, 10 കാർബൺ ആണെങ്കിൽ ഡെക്. ഇതാണ് വേർഡ് റൂട്ട്സ്. ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ 3 കാർബൺ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് വേർഡ് റൂട്ട് സെലക്ട് ചെയ്തു, പ്രൊപ്പ് എന്ന് പറയുന്ന വേർഡ് റൂട്ട് സെലക്ട് ചെയ്തു. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് ഇതിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളോ, ഡബിൾ ബോണ്ട് ഉണ്ടോ, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, സിംഗിൾ ബോണ്ട് ഉണ്ടെങ്കിൽ വേർഡ് റൂട്ടിന്റെ കൂടെ നമ്മൾ ANE എന്ന് ചേർത്ത് പേര് കംപ്ലീറ്റ് ആക്കും, പ്രൊപ്പെയിൻ. ഇനി എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് എങ്കിൽ ANE മാറ്റി അവിടെ ENE കൊടുത്തു വേണം നമ്മൾ പേര് കംപ്ലീറ്റ് ആക്കാൻ. ഇനി എവിടെയെങ്കിലും ഒരു ട്രിപ്പിൾ ബോണ്ട് പ്രസന്റ് ആണെങ്കിൽ നമ്മൾ പ്രൊപ്പിന്റെ കൂടെ YNE കൊടുത്ത് ഐൻ എന്ന് കൊടുത്തു വേണം പേര് എൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ സിംഗിൾ ബോണ്ടുകൾ മാത്രം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പേര് കൊടുത്തു, പ്രൊപ്പെന്ന് എഴുതി കൂടെ ANE കൊടുത്താണ് നമ്മൾ എൻഡ് ചെയ്തത്. ഓക്കെ, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ പ്രൊപ്പീൻ എന്നാവും, ട്രിപ്പിൾ ബോണ്ട് ആയിരുന്നെങ്കിൽ പ്രൊപ്പൈൻ എന്നാവും. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ പേര് എൻഡ് ചെയ്യാനായിട്ട്. ഇനി
അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അത് പാരന്റിന്റെ പേരേ ആയുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവന്റ് ഇവിടെ എവിടെയാണ് ഇരിക്കുന്നത്, ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ അതും കൂടി നമ്മൾ ആ പേരിൽ ചേർത്ത് കാണിക്കണം. സബ്സ്റ്റിറ്റ്യൂവന്റ് പേരിടുമ്പോൾ എപ്പോഴും ആദ്യം വേണം എഴുതാൻ, പാരന്റിന് മുന്നേ വേണം സബ്സ്റ്റിറ്റ്യൂവന്റിനെ എഴുതാൻ. പാരന്റിന്റെ പേര് ഏറ്റവും അവസാനമേ വരാൻ പാടുള്ളൂ. സബ്സ്റ്റിറ്റ്യൂവൻസ് ഒക്കെ അതിന് മുന്നേ എഴുതിയിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ പാരന്റ് എഴുതുക അല്ലെ. അപ്പൊ ഇവിടെ ആകെ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഉള്ളൂ. അത് ഏത് കാർബണിലാണോ അതിന്റെ പൊസിഷൻ കൊടുത്തു വേണം എഴുതാനായിട്ട്. അപ്പൊ ഇത് ഫസ്റ്റ് കാർബൺ ആയതുകൊണ്ട് 1 ആണ് അതിന്റെ പൊസിഷൻ എന്ന് കാണിച്ചിട്ട് അതിന്റെ പേര് ബ്രോമിൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ബ്രോമോ എന്ന് വിളിക്കും. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, അയോഡിൻ ആണെങ്കിൽ അയഡോ, ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ എന്ന് വിളിക്കും. അത് ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് അത് ആദ്യം എഴുതിയിട്ട് 2 ബ്രോമോ 3 ബ്രോമോ 4 ബ്രോമോ 1 ബ്രോമോ ഇങ്ങനെ പൊസിഷൻസ് മുമ്പിൽ എഴുതി വേണം നമ്മൾ ആ പേര് അവിടെ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്പറിനും നെയിമിനും ഇടയിൽ ഒരു ഹൈഫണും കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ 1 ബ്രോമോ പ്രൊപ്പൈൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് നോമൻക്ലേച്ചറിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ ഒക്കെ ഒന്നിച്ചു വരാം, ചെയിൻസ്, ബ്രാഞ്ചസ് വരാം. ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് പേരിടുന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.